പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിപ്പിക്കുന്നു. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രെയർ ടീമിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ ബ്രദർ സാജു ഹൈദരാബാദിനും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ചില നാളുകളായി നടന്നു വരുന്ന ഈ മഹത്വമേറിയ ശുശ്രൂഷയിൽ എനിക്കും ഒരു ഭാഗമാവാൻ കർത്താവ് സഹായിച്ചതിനോട് നന്ദിയുള്ള സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വിവിധ ആവശ്യങ്ങളുടെ മുമ്പിൽ പ്രതികൂലത്തിൽ പ്രതിസന്ധികളിൽ വളരെയധികം ദൈവജനം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നാളുകളിൽ. എന്നാൽ ദൈവസഭയ്ക്കുള്ള ഒരു ദൗത്യമാണ് ഏറ്റവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. എൻ്റെ ചിന്താഗതിയിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നു. നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 34-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു; ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായിരിക്കുന്ന, പ്രധാനമായിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ദൗത്യത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് അതിൻ്റെ റിസൾട്ടാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുകയും കർത്താവിൻ്റെ മടങ്ങിവരവിൽ പ്രത്യാശയോടെ ഇരിക്കുന്ന ദൈവസഭ വളരെ ദാഹത്തോടെ, വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലുതും മഹത്വമായിരിക്കുന്ന ഒരു ദൈവിക സന്ദേശമാണ് പ്രിയമുള്ളവരെ ഇത്. പ്രൈസ് ദി ലോർഡ്. ഇന്നും ദൈവസഭ വല്ലാതെ യാചിക്കുന്ന ഒരനുഭവത്തിലേക്കാണ് ഇന്നും ദൈവസഭ കൂടുതലും കാണുന്നത്. എന്നാൽ ദൈവസഭയാണ് ദേശത്ത് നന്മ പ്രവർത്തിക്കാൻ ദൈവം വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ദൈവജനം സ്വർഗീയമായിരിക്കുന്ന ചിന്തയിൽ ഈ ഭൂമിയിൽ വാഴുവാൻ ദൈവം ഏൽപ്പിച്ചപ്പോൾ ഒരു വലിയ പ്രവൃത്തി നമുക്ക് ഉണ്ട്. കാത്തിരിക്കുന്നവർ മാത്രമല്ല, കർത്താവിൻ്റെ മഹത്വപ്രതിഷ്ഠ കാത്തിരിക്കുന്നവർ മാത്രമല്ല, 24-ാം അധ്യായത്തിൽ കർത്താവെ, ലോകാവസാനത്തിനും കർത്താവിൻ്റെ മടങ്ങിവരവിനും അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ വിവിധ തരങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം 25-ാം അധ്യായത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലർക്കും പറ്റാത്ത ഒരു കാര്യം, പലർക്കും മനസ്സിലാകാത്തൊരു കാര്യം, പലരും ചെയ്യാത്തൊരു കാര്യമാണ് പ്രൈസ് ദി ലോർഡ് ഇപ്രകാരമുള്ള പ്രവൃത്തി. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, 40-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 38-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ടോ ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. ഇന്ന് പലർക്കും പ്രശ്നം മനസ്സിലാകാത്ത ഒരു വലിയൊരു കാര്യമാണ്. ദൈവത്തിനൊന്നും വേണ്ട. ദൈവം പ്രൈസ് ദി ലോർഡ് സകല സമ്പത്തിൻ്റെയും സകല സൃഷ്ടിയുടെയും കർത്താവാണല്ലോ. ദൈവത്തിന് എന്തിനാണ് പണം? ദൈവത്തിന് എന്തിനാണ് മറ്റുള്ള ഭൗതികമായിരിക്കുന്ന നന്മകൾ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴുമുണ്ട്. ഒരു പക്ഷെങ്കിൽ ഒരു ദൈവാസനോ അല്ല ഒരു ദൈവമക്കൾക്കോ കൊടുക്കുന്ന കാര്യത്തിൽ പോലും ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പം അത് പാസ്റ്റർക്കല്ലേ, അല്ലേ അത് ഇന്ന പ്രവൃത്തിക്ക് വേണ്ടി അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന പലരെയും നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ചോദ്യമാണ്,
എപ്പോഴാണത് ചെയ്തത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഇന്ന് ഉപവാസ പ്രാർത്ഥനകളും കൺവെൻഷനുകളും വ്യത്യസ്തമായിരിക്കുന്ന പവർ കോൺഫറൻസുകളും ഉണർവ് യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെയും പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് ഈ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ, കൃപകൾ, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കപ്പെടുവാൻ മനസ്സ് കാണിക്കാതെ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന സാഹചര്യത്തിൽ മുഴുകിപ്പോകുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ എന്താ സത്യത്തിൽ? പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടു. സ്തോത്രം. ഇതൊരു വലിയ മർമ്മമാണ്. ഈ നാളുകളിൽ ദൈവം സഭയെ ഇവിടെ വെച്ചിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. തിരുവചനം പറഞ്ഞത് നന്മ സുവിശേഷിക്കുന്നതിൻ്റെ കാൽ എത്ര മനോഹരം. സ്തോത്രം. ഈ വാങ്ങുന്നതിനേക്കാൾ നല്ലതാണ് കൊടുക്കുന്നത് പറഞ്ഞിട്ട് വചനം പറയുകയാണ്, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അളവ് കൂടാതെ അമർത്തി കുലുക്കി ഒരു നല്ലൊരു അളവ് നമ്മുടെ മടിയിൽ കിട്ടുമെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ തന്നെ ചോദ്യം, പ്രൈസ് ദി ലോർഡ്, കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും മാനുഷ്യമായിട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരുവചനപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവം തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ എന്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖല ആയിക്കൊള്ളട്ടെ, മനസ്സ് കൊടുക്കാനുള്ള മനസ്സ് നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കർത്താവ് അത് കൊടുക്കുവാനും അത് തരും. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ദൈവമല്ല. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിനാ നാമെങ്കിൽ തീർച്ചയായിട്ടും വലിയ ദൈവപ്രവർത്തിക്ക് ദിവസങ്ങളിൽ കർത്താവ് സാഹചര്യമൊരുക്കും. സുവിശേഷ പ്രവർത്തനത്തിൻ്റെ, സുവിശേഷീകരണത്തിൻ്റെ മേഖലയിൽ കേവലം പ്രസംഗം മാത്രമല്ല, കേവലം പ്രാർത്ഥനയല്ല, നമ്മളൊരു പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ ഒരു ആവശ്യങ്ങൾ, അല്ലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മോട് പറയുമ്പോൾ പലരും പറയും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മാറിപ്പോകും. പക്ഷേ സാഹചര്യമുള്ളവരും പലപ്പോഴും അവരും മൗനമായിരിക്കും, പ്രാർത്ഥിക്കാമെന്ന് പറയും, പക്ഷെ പ്രവർത്തിക്കത്തില്ല. ഇവിടെയാണ് ആമേൻ ക്രിസ്തുവിൻ്റെ മനസ്സ് ആമേൻ വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഇവിടെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്നുത്തരം പറയും. രാജാവ് അവനോട്, എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തൻ നിങ്ങൾക്ക് ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആമേൻ, ഒരു വലിയ പ്രവൃത്തി ദിവസം നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങളിൽ കൂടെ പ്രൈസ് ദി ലോർഡ്, ഒരുപക്ഷെ നമുക്ക് വലിയ കാര്യങ്ങൾ, വലിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും പ്രൈസ് നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാൻ മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനപ്പുറത്ത് അടുത്ത സ്ഥലങ്ങളിൽ, അടുത്ത തലങ്ങളിൽ, അടുത്ത സമയത്ത് അതിൽ കൂടുതൽ ചെയ്യുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ദൈവികമായിരിക്കുന്ന കൃപാവരങ്ങൾക്കകത്ത് നിൽക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ്. പലപ്പോഴും പാട്ടും പാടിയും പ്രാർത്ഥിച്ചും ഉപവസിച്ചും പ്രാപിച്ചും മാത്രം മുൻപോട്ട് പോകുമ്പോൾ പക്ഷെ മറ്റുള്ളവർക്ക് ചെയ്യണമെന്ന് പ്രൈസ് ദി ലോർഡ് മനസ്സിലാക്കാതെ, അത് ശ്രദ്ധിക്കാതെ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ബുദ്ധിയെ പിശാച് സത്യത്തിൽ അടച്ചു കളയുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതെന്നാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞത്. അവിടെ ഒരു വചനം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. അവിടെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, എന്നാൽ 18-ാം വാക്യത്തിൽ പറയണം, എന്നാൽ ഒരുത്തന് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികൾ ഉണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം തന്നതാണ് വിശ്വാസം, നാം പ്രാപിച്ചതല്ല. നമ്മുടെ വിശ്വാസം പരിശോധിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ എപ്പോഴും ഒരു അവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് തന്ന രക്ഷയ്ക്കകത്ത്, രക്ഷാ പദ്ധതിക്കകത്ത് ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം രക്ഷയ്ക്കകത്തുള്ള ഒരു പാക്കേജായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ ഒരു കൃപയാണ് തീർച്ചയായിട്ടും. അപ്പം കർത്താവ് തന്ന വിശ്വാസമാണ് പ്രൈസ് ദി ലോർഡ് നാം പ്രവർത്തിക്കേണ്ടത്. കർത്താവ് ഒരിക്കലും തൻ്റെ വിശ്വാസം തൻ്റെ മക്കളെ ഏൽപ്പിച്ചത് കർത്താവ് വാക്കാൽ മാത്രമല്ല, പ്രവൃത്തിയാൽ എൻ്റെ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, 23-ാം വാക്യത്തിൽ 2:18 മുമ്പേ വായിച്ചത്, ഇപ്പോൾ 1:27
22 മുതൽ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്യുക കൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കളുടെ അല്ലെങ്കിൽ ലോകരുടെ ആവശ്യങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളെക്കുറിച്ച് തിരിച്ചറിയുന്നത് പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ സ്നേഹത്താല. ദൈവത്തിൻ്റെ സ്നേഹം വാക്കാലല്ല പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹം പ്രവൃത്തിയാല. സ്തോത്രം. അതുകൊണ്ടൊരു വലിയ ദൈവപ്രവൃത്തിക്ക് നമുക്ക് ആവുന്ന തരത്തിൽ, നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പ്രൈസ് ദി ലോർഡ് ദൈവങ്ങൾക്ക് മാത്രമല്ല, സുവിശേഷം ദൈവങ്ങൾക്ക് മാത്രമല്ല, സുവിശേഷം സകല മനുഷ്യരുടെയും രക്ഷകരമായ സന്ദേശമാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം പ്രൈസ് ദി ലോർഡ് കൃപയുടെ സുവിശേഷം, തേജസ്സിൻ്റെ സുവിശേഷം, സമാധാന സുവിശേഷം, യേശു ക്രിസ്തുവാകുന്ന സുവിശേഷം, ഓർ പ്രൈസ് ദി ലോർഡ് സത്യസുവിശേഷം, പിന്നെ പറയേണ്ട വേറൊരു സുവിശേഷം. അപ്പം വേറൊരു സുവിശേഷം തങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്വാർത്ഥതയ്ക്ക്, തങ്ങളുടെ അതായിരിക്കുന്ന നിത്യനിവൃത്തിക്ക് വേണ്ടി മാത്രം സുവിശേഷം കൊണ്ട് ഉപജീവിക്കുന്ന ഒരു മനോഭാവമുള്ള സുവിശേഷം. അത് കൃപയുടെ സുവിശേഷത്തിനകത്ത് ന്യായപ്രമാണം കൂടെ തിരികെ കയറ്റി ആ ദൈവികമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ തടയുവാൻ നൽകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അങ്ങനെയെങ്കിൽ നാം പ്രാപിച്ച സുവിശേഷം ആമേൻ പ്രൈസ് ദി ലോർഡ് അത് പ്രവൃത്തിക്ക് വേണ്ടിയാണ്. സ്തോത്രം. സുവിശേഷം പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നന്മ സുവിശേഷിക്കുന്നതിൻ്റെ കാൽ എത്ര മനോഹരം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ നടപ്പിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. എവിടെ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ ഒരവസരം ലഭിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഒരു വഴിയിൽ ആമേൻ ഒരു ആക്സിഡന്റിൽ ഒരു വ്യക്തി വീഴുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ആശ്വാസമാകുന്ന ഒരു സാഹചര്യം നമുക്ക് മുമ്പിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നാം ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ ദൈവപ്രവൃത്തി കാണും. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കൊറോണ സമയത്ത് ആമേൻ പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ ബസ്തറിലേക്ക് പോവുകയാണ്. ഛത്തീസ്ഗഡ് റായ്പൂരിൽ നിന്നും ബസ്തറിലേക്ക് പോകുന്ന യാത്രയിൽ എൻ്റെ ഭാര്യ, സഹോദരിയും വേറെ സഹോദരിമാരുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു ബൈക്ക് ആക്സിഡന്റ്. ഒരു മാതാപിതാവ് തൻ്റെ മകനെ കൊണ്ട് അവിടെ ഇരുന്ന് നിലവിളിക്കുകയാണ്. ആരുമില്ല, ഹൈവേ ആണ്, ആർക്കും ആരെയും ശ്രദ്ധിക്കാനുള്ള സാഹചര്യമില്ല. ഞങ്ങൾ വാഹനം മുമ്പോട്ട് കൊണ്ടുപോയിട്ട് അത് റിവേഴ്സിലെടുത്ത് പുറകോട്ടാക്കി അന്വേഷിച്ചു, എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ആ മാതാപിതാക്കൾ വളരെ ദുഃഖത്തോടെ അവിടെ ഇരുന്ന് പ്രയാസപ്പെടുകയാണ്. ഞങ്ങളുടെ ഏക മകനാണ്, ആ മകന് ട്യൂമറാണ്, മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോവുകയാണ്. വൈദ്യന്മാർ തള്ളിക്കളഞ്ഞു, ഡോക്ടർ തള്ളിക്കളഞ്ഞു. അത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ആ വാഹനം ഒന്ന് റിവേഴ്സ് എടുത്തപ്പോഴാണ് അവർ അന്വേഷിച്ചപ്പോഴാണ് അവരുടെ സാഹചര്യം മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളവിടെ വഴിയിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നമ്പർ വാങ്ങിച്ചു. അവർ പ്രൈസ് ദി ലോർഡ് നാളായ വിശ്വാസത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ കുഞ്ഞ് പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടു. എന്നാൽ ആ കുടുംബം കർത്താവിനെ അറിയാൻ സഹായിച്ചു. തീർച്ചയായിട്ടും സുവിശേഷം പ്രസംഗം മാത്രമല്ല, സുവിശേഷം കൃപാവരം ജ്വലിപ്പിക്കുന്നത് മാത്രമല്ല, തീർച്ചയായിട്ടും കൃപാവരങ്ങളിൽ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും 1 കൊരിന്തി 12-ാം അധ്യായം ഒന്ന് വായിക്കാം. 1 കൊരിന്തി 12-ാം അധ്യായം. ജീസസ് 1 കൊരിന്തി 12-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ്. 1 കൊരിന്തി 12-ാം അധ്യായം. സഹോദരന്മാരെ ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവിടെ പറയുന്നത് പ്രൈസ് ദി ലോർഡ് 4-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. സ്തോത്രം. അപ്പം നമ്മുടെ പ്രവൃത്തി വ്യത്യസ്തമായിരുന്ന പ്രവൃത്തി സാഹചര്യങ്ങളായാലും ശുശ്രൂഷ സാഹചര്യങ്ങളായാലും ദൈവം ആത്മാവാകുന്നു, ദൈവം ഏകനാകുന്നു. ആ ആത്മാവിൻ്റെ സ്വഭാവം പ്രൈസ് ദി ലോർഡ് എല്ലാവർക്കും ബാധകമാണ്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷ തരങ്ങളിൽ വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഇതെല്ലാം പ്രത്യേകമായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക്, ഒരാത്മാവിൻ്റെ നടത്തിപ്പിലേക്ക്, ഒരു ആത്മാവിൻ്റെ പരിപൂർണതയിലേക്ക്, ഒരു നിലനിൽക്കുന്ന ഒരു തികഞ്ഞ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടേണ്ടത്.
സ്തോത്രം. അത് എഫെസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 11-ാം വാക്യം മുതൽ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടന്മാരായും നിയമിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 5 വിധ അടിസ്ഥാന ശുശ്രൂഷകൾ കൊടുത്ത് ദൈവസഭയുടെ ആമേൻ പ്രൈസ് ദി ലോർഡ് ശക്തീകരണത്തിന് വേണ്ടി പ്രവൃത്തിക്ക് വേണ്ടി ദൈവസഭയെ യാഥാർത്ഥ്യമായി ക്രിസ്തുവിൽ പണിഞ്ഞെടുക്കുവാൻ, വ്യക്തികളെ പണിഞ്ഞെടുക്കുവാൻ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന തൻ്റെ സഭയുടെ അടിസ്ഥാനമായിരിക്കുന്ന 5 ആമേൻ പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷകളാൽ ഉപദേശങ്ങളാൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, അതിൻ്റെ 13-ാം വായിക്കുകയാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. 12-ാം വാക്യം വായിക്കുകയാണ്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതമായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ഒരു വലിയ മർമ്മം ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടത്. 5 വിധ കൃപാവര ശുശ്രൂഷകളും ഒരു ദൈവപൈതലിനെ ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ ആ തികവോളം, വചനം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരേണ്ടതിന്, അവൻ്റെ ആത്മാവിൻ്റെ സകല നിറവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരേണ്ടതിന്. സ്തോത്രം. ഈ ആത്മാവിൻ്റെ പരിപൂർണത, ആത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത് അത് ക്രിസ്തുവിലുള്ള വ്യക്തിത്വമാണ് പ്രിയമുള്ളവരെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേവലം കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ആത്മീക ജീവിതത്തെ, ശുശ്രൂഷകളെ ആമേൻ പ്രൈസ് ദി ലോർഡ് ക്രിസ്തു പരിജ്ഞാനത്തിലെത്തിക്കാതെ വണ്ണം, ധാർമ്മിക സുബോധത്തിലെത്തിക്കാതെ വണ്ണം, ആത്മീക ശൈശവത്തിൽ, ആത്മീക ബാല്യത്വത്തിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഫലമില്ലാതെ മുരടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിർത്തുന്നല്ല. വചനം പറയാണ്, കൊലോസ്യർ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. കൊലോസ്യർ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അതിൻ്റെ 4-ാം വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. സ്തോത്രം. വശീകരണ വാക്കുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവപ്രവൃത്തികളിലേക്ക് സുവിശേഷത്തിൻ്റെ ആമേ സത്യവും അതിൻ്റെ ശക്തിയും ഒരുവനെ ദൈവികമായിരിക്കുന്ന പ്രവൃത്തിയിലേക്ക് ആമെ നയിക്കുമ്പോൾ കേവലം കൃപാവരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാത്മിക ശൈശവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം വഞ്ചിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്ന് പറയുമ്പോൾ, വിളിക്കുമ്പോൾ വിളി കേൾക്കുവാൻ നാം ബാധ്യസ്ഥരാകുന്നത് പ്രിയമുള്ളവരെ, ന്യായവിധി ദിവസത്തിൽ കുറ്റമറ്റമില്ലാത്തവരായി ദൈവത്തിൻ്റെ ന്യായസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുവാൻ ധൈര്യം നമുക്കുണ്ടാകേണ്ടതിന് ദിവസങ്ങളിൽ നാം പ്രാപിച്ച ആമേൻ കൃപയും കൃപാവരങ്ങളും അത് ജ്വലിപ്പിക്കണം. ദിവസങ്ങളിൽ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് പ്രയോജനമാകണം. കേവലം വാക്കുകൊണ്ട് മാത്രമല്ല, കേവലം ഒരു പ്രസംഗം കൊണ്ട് മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കാൻ ഒരു പക്ഷേ നല്ല രീതിയിൽ ആമേൻ സാഹിത്യത്തിനെ പ്രസംഗിക്കാൻ അറിയാം. സബ്ജക്റ്റ് പോലും നമുക്ക് ചിലപ്പോൾ കാണാപ്പോഴും അറിയാമായിരിക്കും പ്രസംഗിക്കാൻ. പക്ഷെ അവിടെ നമുക്ക് മുമ്പിൽ പ്രൈസ് ദി ലോർഡ് പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ, നന്മ സുവിശേഷിക്കാൻ അവസരം കിട്ടുമ്പോൾ, നന്മ പ്രവർത്തിക്കാൻ അവസരം കിട്ടുമ്പോൾ നാം പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അത് വ്യർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം നിലനിൽക്കുന്നതാകണമെങ്കിൽ, പ്രത്യാശ നിലനിൽക്കുന്നതാകണമെങ്കിൽ ആ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ദൈവസ്നേഹത്തിനകത്ത് നിൽക്കുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുകയാണ് 5-ാം വാക്യത്തിൽ, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് പ്രൈസ് ദി ലോർഡ്, ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും
സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവിൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കിയൊരു വിഷയമുണ്ട്. ദൈവം, നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളിലുണ്ടെന്നുള്ള തെളിവെന്താണ്? നിങ്ങൾ ക്രിസ്തുവിൽ വളർന്നു എന്നതിൻ്റെ തെളിവെന്താണ്? നിങ്ങളിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, നിങ്ങളിൽ ആത്മീയ ഭദ്രതയും പക്വതയും പ്രാപിച്ചതിൻ്റെ തെളിവെന്താണ് പ്രിയമുള്ളവരെ? അതിന് റിസൾട്ട് നാം കണ്ടെത്തിയേ പറ്റും. ആമേൻ. ദൈവം പ്രവർത്തിക്കും പ്രൈസ് എന്ന് പറയുമ്പോൾ ദൈവം ഒരിക്കലും നൂലെ കെട്ടി ഒന്നും ഇറക്കി പ്രവർത്തിക്കത്തില്ല. ദൈവം പ്രവർത്തിപ്പാൻ ദൈവം വെച്ചിരിക്കുന്ന തൻ്റെ ശരീരമാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ദൈവസഭ. ആമേൻ ഹല്ലേലൂയ. പ്രവൃത്തിയില്ലാതെ ആദവും ഹവ്വയും കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാതെ അവർ ആയിരുന്ന സ്ഥാനത്ത് അവർ നിശ്ചലമായി നിശബ്ദമായി നാവുകൾ തുറക്കാതെ ചേർത്ത് നിർത്താതെ ആമേൻ വാഴുവാൻ കഴിയാതെ ഭക്ഷിപ്പാൻ പറഞ്ഞ ഭക്ഷണം ഭക്ഷിക്കാതെ വണ്ണം ഇരുന്നപ്പോൾ ആരോഗ്യമില്ല. ഒന്നും മനസ്സിലായി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്കാണൊരു പ്രവൃത്തി, ദൈവസഭയ്ക്കൊരു പ്രവൃത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നാം പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മെ തന്നെ ശക്തീകരിക്കാം. ആമേൻ. ഈ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അതിൻ്റെ 27-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലൻ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേശകന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലനം വരം, വിവിധമായ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേശകന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തി ചെയ്യുന്നവരോ, എല്ലാവരും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് 13-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 13 കയറുകയാണ്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലുമ്പെന്ന കൈത്താളമോ അത്രേ. ആമേൻ ഹല്ലേലൂയ. പ്രിയമുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് കൃപാവരമല്ല ഏറ്റവും വലിയ വരം. കൃപ തന്നവനെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വരം. പ്രൈസ് ദി ലോർഡ്. കാരണം തിരുവചനം പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, മരണത്തിലേക്ക് നൽകി തന്ന പിതാവ് ആ മകനോട് കൂടെ ബാക്കി അനുഗ്രഹം നൽകി തരാതിരിക്കുമോ? അധോലോകത്തിലേക്ക് മരിക്കുവാൻ, ആമേൻ പ്രൈസ്, മാനവജാതിക്ക് വേണ്ടി മരിക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി തന്നവൻ അവനോടുകൂടെ ബാക്കി സകലതും നൽകി തരാതിരിക്കുമോ? സത്യത്തിൽ എന്താ സംഭവിച്ചത്? ക്രിസ്തു ഉള്ളവന് അവൻ്റെ എല്ലാ കൃപാവരമുണ്ട്. മറ്റത് കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ, ആമേൻ പ്രൈസ് ദി ലോർഡ്, മടങ്ങി വരാതെ കൃപാവരത്തിൽ മാത്രം ഒഴുകി നിന്നൊരു സഭ. സ്വഭാവത്തിലും പ്രവൃത്തിയിലും പഴയ മനുഷ്യൻ പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ആമേൻ പ്രൈസ് ദി ലോർഡ് പൗലോസ് അത് പറഞ്ഞത്. അപ്പം അങ്ങനെയെങ്കിൽ എന്താ തിരുവചനം പറഞ്ഞത്? 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. സ്തോത്രം. പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ പഴയ സ്വഭാവം, നമ്മുടെ പഴയ മനുഷ്യൻ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതിനകത്തൊരു സ്വാർത്ഥതയുണ്ട്, അതിനകത്ത് വാരിക്കൂട്ടുവാൻ, അതിനകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ പറയുന്നത് 12-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് വിവിധ തരത്തിലെ കൃപാവരങ്ങൾ. ഇന്ന് പലരും പറയുന്നത് കൃപാവരമൊക്കെ നിന്നുപോയെന്നാണ്, അന്യഭാഷ നിന്നുപോയെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിച്ച കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരെ, മടങ്ങിവരെ വരെ പ്രൈസ് ദി ലോർഡ് ഇതെല്ലാം ഉണ്ട്. കാരണം ഇത് ഓരോ കാലഘട്ടങ്ങളിൽ ജനിച്ചു വരുന്ന ജനറേഷനെ ഈ സന്ദേശങ്ങൾ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കേൾപ്പിക്കുകയും അവരിൽ കൂടി അടുത്ത ആമേൻ തലമുറയെ വാർത്തെടുക്കേണ്ടതും ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ എല്ലാ സ്നേഹിതരെയും
ഈ ഗ്രൂപ്പിലും ഇനിയും കാണാൻ പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പ്രിയമുള്ളവരെ, യേശു പ്രാർത്ഥിച്ചത് പ്രൈസ് ദി ലോർഡ് ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാണ്. അവൻ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. ഇന്ന് പലരും പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ് 5 ഏക്കർ വസ്തുമുള്ള അപ്പച്ചനും സഭയ്ക്ക് സ്ഥലം ചോദിച്ചപ്പോൾ, സഭ പണിയുവാൻ സ്ഥലം ചോദിച്ചപ്പോൾ അപ്പച്ചന് ഉപവസിക്കാൻ തയ്യാറാണ് സഭയ്ക്ക് വേണ്ടി. പക്ഷേ അപ്പച്ചൻ 5 ഏക്കറിൽ ഒരു 5 സെന്റ് കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ആമേൻ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ ഭൗതിക കൃപയും കൃപാവരങ്ങളും തന്ന നന്മകളും അത് ദൈവപ്രവൃത്തിക്ക് ഉപകാരമാകുവാൻ ദിവസങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ദൈവം ഈ ചെറിയ സന്ദേശം കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വചനോടെ വായിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നന്മ ചെയ്യുവാനും കൂട്ടമേ ആചരിക്കാനും മറക്കരുത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വേറെ വചനം ഇങ്ങനെ പറയുന്നത്, വിശുദ്ധന്മാരുടെ കൂട്ടായ്മകൾ കാണിക്കുവാൻ മറക്കരുത്. അതത് സൽക്കാരം മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ആമേൻ, അവർ ദൈവരാജ്യ വെളിപ്പാടിലാണോ അവിടുത്തെ ദൈവദാസിയും ദൈവാസനം എന്ന് തിരിച്ചറിയേണ്ടത്. ആദ്യം കുടിക്കാൻ തരുന്ന വെള്ളം തന്നു കഴിയുമ്പോൾ പിന്നെയും പോന്നോളം വരെയും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്ലാസ് വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖം കാണുമ്പോൾ അറിയാം അവർ ദൈവരാജ്യത്തിലാണോ അല്ലയോ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളിൽ ജയിക്കില്ലെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവസഭ കർത്താവിൻ്റെ ശരീരം, അത് കർത്താവ് പണിഞ്ഞ കാര്യമാണ്. പക്ഷെ അത് തിരിച്ചറിയുന്നവർക്കാണ് പണി നടക്കുന്നത്. കാരണം യേശു കർത്താവ് പറഞ്ഞത് 3 ദിവസം കൊണ്ട് ഞാൻ ഈ ആലയം പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 24-ാം അധ്യായത്തിനകത്ത് മത്തായിയുടെ സുവിശേഷം 1-ാം വാക്യം വരെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവേ, ലോകാവസാനത്തിൻ്റെയും കർത്താവിൻ്റെ 2ാമത്തെ വരവിൻ്റെയും പ്രൈസ് ദി ലോർഡ് തെളിവെന്തെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞ്, ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തൊരു കാലം വരും. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ പ്രിയമുള്ളവരെ? നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. അതുകൊണ്ടാണ് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അതുകൊണ്ട് വായിച്ച ദിവസങ്ങളിൽ 1-2 വചനങ്ങൾ വായിച്ച ദിവസത്തിൽ കാണിക്കാൻ താല്പര്യമുണ്ട്. അവിടെ പറയുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുവിനേക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ. കർത്താവ് ദയാലു, നിങ്ങൾ ആസ്വദിച്ചുണ്ടിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിതന്മാരാകേണ്ടതിന് പണിയപ്പെടുന്നു. സ്തോത്രം. ഇവിടെ പറയുകയാണ്, നിങ്ങളും ജീവനുള്ള കല്ലുകളായി. അപ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഇന്ന് പലപ്പോഴും നാം പ്രൈസ് ദി ലോർഡ് ഈ കല്ല് നാം തന്നെ ഈ കല്ല് വെട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആമേൻ. കർത്താവ് പറയുന്നത് സിയോനിൽ കല്ലിട്ടിട്ടുണ്ട്. പഴയ നേരത്തിൽ പറയുന്നത് ഇങ്ങനെ ബാക്കിയുണ്ട്, പ്രൈസ് ദി ലോർഡ്, വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർന്ന കല്ലുകൾ. പ്രൈസ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുറവുകൾ നാം എത്ര ഏറ്റു പറഞ്ഞാലും ഒരു കുറ്റവും നമ്മുടെ അകത്ത് കിടക്കും. എന്നാൽ നമ്മുടെ കുറവുകളെ തീർത്തത് കാൽവറിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറമേലാണ് നമ്മുടെ സ്ഥാനമുള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ പ്രൈസ് ദി ലോർഡ് നമ്മളെ ആമേൻ പ്രൈസ് ദി ലോർഡ് ശുദ്ധീകരിച്ച, നമ്മളെ രക്ഷിച്ച, നമ്മളെ മഹത്വീകരിച്ച, നമ്മളെ നീതീകരിച്ച നമ്മുടെ കർത്താവിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ചായിരിക്കാം. 1 പത്രോസ് 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ പ്രൈസ് ദി ലോർഡ് 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്, അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. നമ്മുടെ 2 വിഷയമുണ്ട്. ഒന്ന് മരിച്ചവർ, ഒന്ന് ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിന് മുമ്പേ
മരിക്കപ്പെട്ട പഴയ നിയമ ഭക്തന്മാർ. 2, വീണ്ടും ജനിക്കാനിരിക്കുന്ന ആദാമിക പാപത്തിൽ ജനിക്കാനിരിക്കുന്ന മനുഷ്യമൃഗം. ഇത് 2 കൂട്ടർക്കും ഒരുമിച്ച് ആമേൻ പ്രൈസല്ലോ രക്ഷയ്ക്ക് കാരണമായത് എൻ്റെ കർത്താവിൻ്റെ കാൽവറിയിലെ തൻ്റെ രക്തമാണ്. സ്തോത്രം. മരിച്ചവരോട് സുവിശേഷം പറഞ്ഞു. വേറെ തരത്തിൽ പറഞ്ഞാൽ സകല മനുഷ്യരും ആദാമിക ബന്ധത്തിൽ മരിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മുടെ ജീവൻ ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണവും, എന്നാൽ ക്രിസ്തുവേശു നമുക്ക് അത് നിത്യജീവനാണ്. പ്രൈസല്ലോ ഈ ജീവൻ, അതാണ് യേശു പറഞ്ഞത്, ഞാൻ പ്രൈസല്ലോ നിങ്ങൾക്ക് ജീവൻ തരുവാൻ വന്നു. പ്രൈസല്ലോ ഹല്ലേലൂയ, നിത്യജീവൻ തന്നെ തരുവാൻ വന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, പ്രൈസല്ലോ ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇന്ന് പകൽക്കാലം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യജീവനാണ്. പ്രിയമുള്ളവർ, നാം ഇവിടെ വാരിക്കൂട്ടിയതും ഇവിടെ ഉണ്ടാക്കുന്ന സമ്പത്തും ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവും നിത്യതയ്ക്ക് ആവശ്യമില്ല. നിത്യതയ്ക്ക് ആവശ്യമുണ്ട്. ഇവിടെയാണ് ചെയ്യേണ്ടത്, ഇവിടെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ അവസരം കിട്ടുമ്പോൾ നാം നന്മ ചെയ്യുക. അതുകൊണ്ട് വചനം പറയുകയാണ്, 1 പത്രോസ് 4:7 പറയുന്നു, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി നാം നിർമ്മതരായി ഇരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പ്രവർത്തിക്കുന്ന നാമല്ല, അത് കർത്താവ് പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കിന്ന് പകൽക്കാലം പറയാനുള്ളത്, നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുന്നവരായി തീരാം. ദൈവത്തിന് പ്രവർത്തിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കുന്നവരെ തീരാം. അവിടെ പറയുകയാണ്, പ്രാർത്ഥന സുബോധമുള്ളവരായിരിക്കും, സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും. നാം ചെയ്തു എന്നുള്ളതല്ല, കർത്താവിൽ പ്രവർത്തിക്കുന്നു, കർത്താവിൽ ചെയ്തു, കർത്താവിന് വേണ്ടി ചെയ്തു. ഒരിക്കലും നമുക്ക് പോഴാനൊന്നുമില്ല. നാം എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാം പ്രൈസുലോൾ ഉന്നത ഭാവമുള്ളവരായി തീരുവാൻ ഒരിക്കലും ഇടയാകരുത്. വചനം പറയുന്നത് പ്രൈസുലോൾ എഫേസ്യരിനടുത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്. അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. ആമേൻ പ്രൈസുലോൾ ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. പ്രൈസുലോൾ. അതിൻ്റെ 18 മുതൽ ഇങ്ങനെ വായിക്കുകയാണ്. സ്തോത്രം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായ എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് ആത്മീയ കോളത്തിൽ വല്ലാത്തൊരു സാഹചര്യങ്ങൾ, ഉപദേശങ്ങളുടെ രീതികളിൽ വ്യക്തികളോടുള്ള വിദ്വേഷം, സഭയോടുള്ള വിദ്വേഷം, പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഏത് സഭ, ഇന്നലെ രാത്രിയിൽ ചെന്നൈയിൽ നിന്നും ഒരു അഭിഷക്തൻ പറഞ്ഞു, ഞാനിപ്പോൾ TPM-ൽ ചേർന്നിരിക്കുന്നു ഇന്നു മുതൽ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ കർത്താവിന് TPM എന്നോ പെന്തിക്കോസൊന്നോ ഇല്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആമേൻ പ്രൈസുള്ള അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന, ദൈവികമായി ഉപദേശം ജീവിക്കുന്ന ഏത് വ്യക്തിക്കും സഭ തുടങ്ങാം, പേര് വിടാം, ഒരു പ്രശ്നവുമില്ല. അതൊരു പേരായിട്ടല്ല, അതൊരു അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇരുന്നാൽ അവിടെയാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആമേൻ പ്രൈസ് 9-ാം വാക്യം 1 പത്രോസ് 4:9 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുവിൻ, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫെസ്യരിൽ പറഞ്ഞത്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നാം പാപികളായി ഇരുന്നപ്പോൾ പാപമില്ലാത്തവനായി. അതുകൊണ്ട് നമുക്കിന്ന് പകൽക്കാലം കർത്താവിൻ്റെ നീതീകരണത്തിൽ, ആമേൻ പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ നീതീകരണത്തിൽ, നീതിബോധത്തിലേക്ക് നാം മടങ്ങി വരുമ്പോഴാണ് നമ്മുടെ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് വരുന്നത്. അവിടെയാണ് നമ്മുടെ മഹത്വീകരണം വെളിപ്പെടുന്നത്. അവിടെയാണ് നമുക്ക് അധികാരവും അഭിഷേകവും വർദ്ധിക്കുന്നത്. അവിടെയാണ് പ്രൈസ് ദി ലോർഡ് നമ്മുടെ ശുശ്രൂഷയുടെ ആമേൻ പ്രൈസ് ദി ലോർഡ് യഥാർത്ഥമായിരിക്കുന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷ വെളിപ്പെടുന്നത്. 9-ാം വാക്യം പറയുന്നത്, പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിന് സൽക്കാരം ചെയ്യുവിൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊന്നിടത്തോളം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം
മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരവസരമാണ്. കർത്താവിൻ്റെ കൃപയാലാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യം. നമ്മൾ ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ ആമേൻ പ്രശംസിക്കുവാനോ, മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ താഴ്ത്തി കെട്ടുവാനോ, മറ്റുള്ളവരുടെ മുമ്പിൽ നാം വലിയ പ്രാസംഗനെന്നോ വലിയ ശുശ്രൂഷനെന്നോ കാണിക്കുവാനോ അല്ല പ്രിയമുള്ളവരെ. ഇതെല്ലാം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരവസരമാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുവാൻ തിരുവചനം പറയുന്ന ബൈബിളിലെ ഏറ്റവും അവസാനത്തെ വാക്യം, ദൈവാത്മാവിനോട് എപ്പോഴും ഇടപെടുന്നൊരു വാക്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ കൃപ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. നാം ഈ വക ദൈവപ്രവൃത്തിക്ക് നമ്മളെ പ്രാപ്തരാക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ്. പുള്ളമരവ് ദൈവവചനത്തിൻ്റെ പരിജ്ഞാനവും ക്രിസ്തു പരിജ്ഞാനവും ചേർത്ത് പരിശുദ്ധാത്മാവിൽ ആമീൻ പ്രേക്ഷിച്ച് നമുക്ക് വളരുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എനിക്ക് സമയം തന്ന ഈ ഗ്രൂപ്പുകളുടെ ബന്ധത്തിൽ പ്രേക്ഷിച്ചുള്ള ദിവസങ്ങളിൽ കേവലം പ്രാർത്ഥന കൊണ്ടും പ്രവൃത്തി കൊണ്ടും മാത്രമല്ല, പ്രയർ കെയർ വിത്ത് ഷെയർ. ആമേൻ പ്രേക്ഷിച്ചു നാം മറ്റുള്ളവർക്ക് ആമേൻ പ്രേക്ഷിച്ചു എല്ലാമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വചനം കൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഈ ട്രിനിറ്റി പ്രയർ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രബോധനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവനും ഭക്തിക്കും വേണ്ടതുള്ളതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നല്ലോ. കർത്താവേ സ്തോത്രം. ആമേൻ. 7-ാം ദിവസം സകല സൃഷ്ടിപ്പും കഴിഞ്ഞ് കർത്താവ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിശ്രാമത്തിലേക്ക് കടന്നു വന്നല്ലോ കർത്താവെ. ആ ആമേൻ പ്രൈസ് റെസ്റ്റ് ഞങ്ങളുടെ ജീവിതത്തെ അനുഭവിച്ചുകൊണ്ട്, ആ മഹത്വം ഞങ്ങളുടെ ജീവിതം അനുഭവിച്ചുകൊണ്ട് ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുള്ളവരായി തീരുവാൻ സ്വർഗ്ഗം ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഓരോ ദിവസവും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് പകൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തെടുപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ശക്തി തന്നാട്ട്. മഹത്വമെടുക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.